തമിഴ്നാട്ടിൽ നാടകീയ നീക്കങ്ങളാണ് നടക്കുന്നത്. AIADMK MLA-മാരെ പുതുച്ചേരിയിലെ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു. ഭൂരിപക്ഷം തികയ്ക്കാൻ 5 സീറ്റുകൾ കൂടി ആവശ്യമുള്ള സാഹചര്യത്തിൽ MLA-മാരെ TVK സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന ഭയമാണ് നീക്കത്തിന് പേരിൽ. അതിനിടെ ഭൂരിപക്ഷം തെളിയിക്കാൻ സഖ്യ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് വിജയ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐശ്വര്യ ചേരുകയാണ്. ഐശ്വര്യ, ഒരു സിനിമ കാണുന്നത് പോലെയാണ് നമ്മൾ വിജയിൻ്റെ ആ ഒരു വിജയം കണ്ടത് അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായിരുന്നു അങ്ങനെ ഒരു വിജയം. ഇനിയിപ്പോൾ കേവല ഭൂരിപക്ഷം വിജയന് തികയ്ക്കണം. നാളെ സത്യപ്രതിജ്ഞ ഉണ്ടാവുമെന്ന തരത്തിലൊക്കെയാണ് വിവരങ്ങൾ വന്നിരുന്നത്. പക്ഷേ അതിനുള്ളൊരു സാധ്യത കാണുന്നില്ല. ഗവർണർ കട്ടായം പറഞ്ഞിരിക്കുകയാണ്, അർലേക്കർ പറഞ്ഞിട്ടുണ്ട്, ആദ്യം കേവല ഭൂരിപക്ഷം തികയ്ക്കൂ എന്നിട്ടാവും ബാക്കി കാര്യങ്ങളെന്ന് ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. വിജയ് എന്തായാലും അതിനുള്ളൊരു ഓട്ടത്തിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ. അതെ, മായയെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ചർച്ചകൾ ഇവിടെ നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ ആര് ഭരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്നത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഇങ്ങനെ കലങ്ങി മറിയുകയാണ്. ഒരു സിനിമ കാണുന്നത് പോലെ, ഒരു സിനിമയിലെ നാടകീയ രംഗങ്ങൾ പോലെയാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയവും ഇപ്പോൾ കലങ്ങി മറിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി നമുക്കറിയാം TVK നേതാവായിട്ടുള്ള വിജയ് ഭൂരിപക്ഷം തനിക്കുണ്ട്, 14 ദിവസത്തിനകം പിന്തുണ അറിയിക്കാം എന്നറിയിച്ചുകൊണ്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കാണാനായി ലോക്ഭവനിൽ പോയിരുന്നു. പക്ഷേ ഗവർണർ അവിടെ ഒരു ചെക്ക് വയ്ക്കുകയാണ് ഉണ്ടായത്. ആദ്യം നിങ്ങൾ ഭൂരിപക്ഷം തെളിയിക്കൂ, എന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാമെന്നാണ് ഗവർണർ പറഞ്ഞത്. അതായത് വിജയ്ക്ക് മുന്നിലുള്ളത് വലിയൊരു കടമ്പ തന്നെയാണ്. കാരണം 234 സീറ്റുകളിൽ 118 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷം, അതായത് ഭരിക്കാനായി വേണ്ടത്. എന്നാൽ 108 സീറ്റുകൾ മാത്രമാണ് വിജയുടെ പക്കലുള്ളത്. അപ്പോൾ DMK-യുടെ കൂടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ TVK-യെ സപ്പോർട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താനാകില്ല. അതിനായി ഈ DMK-യുടെ ഒപ്പമുള്ള CPM-ന്റെ 2 സീറ്റുകളും CPI-യുടെ 2 സീറ്റുകളും VCK-യുടെ 2 സീറ്റുകളുമുണ്ട്. ഇവരൊക്കെ പിന്തുണയ്ക്കുകയും വേണം. എന്നാൽ ഇവർ പിന്തുണയ്ക്കില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അണ്ണാ DMK-യിൽ നിന്ന് കുറച്ച് നേതാക്കന്മാരെ, കുറച്ച് MLA-മാരെ ചാക്കിട്ട് പിടിക്കാമെന്നുള്ള മുൻപും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത്തരം റിസോർട്ട് രാഷ്ട്രീയം നമ്മൾ കണ്ടിരുന്നത് തന്നെയാണ്. ഇത്തവണയും ഇവിടെയും TVK-യുടെ നീക്കം എന്ന് പറയുന്നത് ഈ ഒരു റിസോർട്ട് രാഷ്ട്രീയം അല്ലെങ്കിൽ ചാക്കിട്ട് പിടുത്തം തന്നെയാണ് വിജയ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ റിസൾട്ട് വരുന്നതിന് മുൻപ് വിജയുടെ ഒരു നീക്കം എന്ന് പറയുന്നത് തങ്ങൾക്ക് കുറച്ച് സീറ്റുകൾ മാത്രമേ കിട്ടൂ, അതുകൊണ്ട് തന്നെ അധികാരത്തിനായി ഏത് പാർട്ടിയാണോ അധികാരത്തിലെത്തുന്നത് അവർക്ക് ഭരിക്കണമെങ്കിൽ തങ്ങളുടെ MLA-മാരെ ആവശ്യമായി വരും. അതുകൊണ്ട് വിജയ് ആയിരുന്നു റിസോർട്ടുകളെല്ലാം ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. 108 എന്ന സംഖ്യയിലേക്ക് എത്തിയിട്ട് ഭരിക്കാൻ വിജയ്ക്ക് ആകുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അണ്ണാ DMK തങ്ങളുടെ MLA-മാരെ ഇപ്പോൾ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അവിടെ MLA-മാരെ രഹസ്യമായി പാർപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ TVK ഈ MLA-മാരെ ചാക്കിട്ട് പിടിക്കും, അല്ലെങ്കിൽ പല സ്വാധീനങ്ങളും ചെലുത്തിക്കൊണ്ട് TVK-യുടെ ഭാഗത്ത് നിർത്തിക്കഴിഞ്ഞാൽ അത് TVK-ക്ക് ഭരിക്കാനാവുകയും ചെയ്യും. കൂടാതെ അണ്ണാ DMK എന്ന പാർട്ടിയിൽ വിള്ളൽ വരും എന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ വിജയ് ഭരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഒരു തൂക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയം ഇതുവരെ കാണാത്തൊരു രാഷ്ട്രീയത്തിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്തകൾ എന്ന് പറയുന്നത് ചിരവൈരികളായ DMK അണ്ണാ DMK ഒരു സഖ്യമുണ്ടാകുമോ എന്നുള്ളൊരു വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇവർ ചർച്ചകൾ നടത്തി എന്ന അഭ്യൂഹങ്ങളും ഉണ്ട്. അതായത് വിജയ് ഭരിക്കാതിരിക്കാനായി ചിരവൈരികൾ ഒന്നിച്ച് ചേരുമോ എന്നുള്ള ഒരു വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ലോക്ഭവനിൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ഒരു നീക്കം എന്ന് പറയുന്നത് അണ്ണാ DMK-യെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് എന്നുള്ള ഒരു വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കാത്തിരുന്നതിൻ്റെ കാരണം എങ്ങനെയാകും വിജയ് ഭരിക്കുക, അല്ലെങ്കിൽ എങ്ങനെ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് വിജയ് എങ്ങനെയാകും എത്തുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇനി എന്നാകും വിജയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരിക? കൂടാതെ നമുക്കറിയാം വിജയ് 2 സീറ്റുകളിലാണ് അവിടെ മത്സരിച്ചത്. ഇനി ഒരു സീറ്റിൽ വിജയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അവിടെയും ഇനി ഒരു മത്സരം നടക്കും. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി TVK-യുടെ ഒരു സ്വാധീനം, ഈ അണ്ണാ DMK സഖ്യം ഒന്നിച്ചു ചേർന്നാൽ അവിടെ എന്താകും നടക്കുന്നത് എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ശരി, ഐശ്വര്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയം നമ്മളൊരു സിനിമ കാണുന്നത് പോലെ തന്നെ, തമിഴ്നാട് എന്ന് പറയുമ്പോഴേ അങ്ങനെയാണല്ലോ, രാഷ്ട്രീയത്തോടൊപ്പം ആദ്യകാലം മുതലേ സിനിമയ്ക്കും വലിയ പങ്കുണ്ട്. ഇപ്പോൾ ഒരു സിനിമ കാണുന്നത് പോലെ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിജയ് ഇനിയിപ്പോൾ എങ്ങനെയാണ് കേവല ഭൂരിപക്ഷം തെളിയിക്കുക? വിജയനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അതിലേക്ക് കടക്കും. ഒപ്പം ഈ ഗവർണർ ഇത്രയും കടുംപിടുത്തം പിടിച്ചതുകൊണ്ടാണ് ഈ നാളത്തെ സത്യപ്രതിജ്ഞയൊക്കെ മാറിയത്. എന്നാലും സജീവമായ നീക്കങ്ങൾ നടക്കുന്നു. വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് ഞങ്ങളത് പ്രേക്ഷകരിലേക്ക് അപ്പോൾ എത്തിക്കും.